السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ ബഖറയിലെ 60-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ബനി ഇസ്രായേൽ സമൂഹത്തിൻ്റെ അവരുടെ സ്വഭാവം, അവരുടെ പ്രകൃതം, അവരുടെ പെരുമാറ്റം തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ ആയത്തുകൾ വരെ പറഞ്ഞു വന്നത്. മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഫിറഔൻ്റെ അതിക്രൂരമായ അക്രമമർദ്ദനങ്ങളിൽ നിന്ന് ആ സമൂഹത്തെ മോചിപ്പിച്ച് ചെങ്കടൽ പിളർത്തി, വടികൊണ്ടടിച്ച് ചെങ്കടൽ പിളർന്നു. അത് വഴിയൊരുക്കി ഫിറഔൻ്റെ മരണം സംഭവിച്ചു. ഇവർ ഇപ്പുറത്തെത്തി, മന്നയും സൽവയും ഭക്ഷണം കിട്ടുന്നു. അങ്ങനെ അവർക്ക് തണൽ നൽകി. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഇനി ഈ ആയത്ത് ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ. قال الله تعالى في القرآن الكريم: وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ استسقى موسى لقومه. മൂസ അലൈഹിസ്സലാം തൻ്റെ കൗമിന് വേണ്ടി വെള്ളം, കുടിനീര് തേടിയ സന്ദർഭം. അതായത് നമുക്കറിയാം, ആകാശത്ത് നിന്ന് തണൽ വർഷിപ്പിച്ചു കൊടുത്തു. അതായത് ഡെസേർട്ടാണ്, മരുഭൂമിയാണ്. അവിടെ ആകാശത്ത് നിന്ന് അവർക്ക് തണൽ വിരിച്ചു കൊടുത്തു. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ഒരു വലിയ സമൂഹമാണ് ഇസ്രായേൽ സമൂഹം. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു പരിഗണന അല്ലാഹ് കൊടുത്തു. ഇത്രയും കാലം പ്രയാസപ്പെടുന്ന ഒരു ജനതയായിരുന്നു. അപ്പോൾ അവർക്കൊരു സന്തോഷം. അതിലപ്പുറം ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ വന്ന ഒരു ജനതയാണ്. ലോകർക്ക് മാതൃകയായി, അല്ലെങ്കിൽ ലോകർക്ക് അനുഗ്രഹമായിട്ട് ഒക്കെ ഉന്നതമായ പദവിയൊക്കെ നൽകിയിരുന്ന ഒരു ജനത ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ അങ്ങനെയല്ല. അള്ളാഹു ഭക്ഷണം കൊടുത്തു, മന്നയും സൽവയും. കാട പോലെയുള്ള ഒരു പക്ഷിയെ, പിന്നെ ആകാശത്ത് നിന്ന് ഒരു തരം മന്ന അവർക്ക് ഭക്ഷണം കഴിക്കാൻ, ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്ഷണം അവർക്ക് നൽകി. അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതായത് ആ ഡെസേർട്ടിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുക മാത്രം ചെയ്താൽ മതിയായിരുന്നു. വെള്ളം ആവശ്യമായൊരു സംഗതിയാണല്ലോ. അവിടെ ഫഖുൽന ദുരിബ് ബിഅസാകൽ ഹജർ. ഹജറുൽ അസ്വദ് നമ്മളറിയാം. ഒരു കല്ല് അവിടെ ഉണ്ട്, വലിയൊരു പാറയുണ്ട്. ആ പാറയിൽ വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വടി കൊണ്ട് നേരത്തെ അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഈ വടി തന്നെയാണ് പാമ്പായത്, ഈ വടി തന്നെയാണ് കടലിനെ പിളർത്തിയത്, ഈ വടി തന്നെയാണ് ഇപ്പോൾ വടി അടിച്ച് പാറയിൽ നിന്ന് ഉറവ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഉറവ ഒന്നല്ല, 12 ഉറവകൾ. അതായത് അവർ തമ്മിൽ ഒരു 12 ഗോത്രങ്ങളായിരുന്നു അവർ. ഈ 12 ഗോത്രങ്ങളുടെ ചരിത്രവും അങ്ങോട്ട് യാക്കൂബ് നബിയുടെ മക്കൾ, 12 മക്കളുടെ ആ വഴിയിലാണ് ഈ 12 ഗോത്രങ്ങളായിട്ട് ഇവർ പിരിഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രവാചക പാരമ്പര്യമുള്ള കുടുംബാംഗങ്ങളാണ് ഇവരൊക്കെ. അതാണ് ഇതിൻ്റെ ശരി. അപ്പോൾ 12 കുടുംബങ്ങൾക്കും ഓരോ ഗോത്രങ്ങൾ പറഞ്ഞാൽ ഒരുപാട് അംഗങ്ങളുള്ള വലിയ അംഗസംഖ്യയുള്ള. അപ്പോൾ അവർക്കൊക്കെ ആ ഓരോ ഉറവയിൽ നിന്ന് വ്യത്യസ്തമായ ഉറവ ചാലിട്ടൊഴുക മാത്രമല്ല, വ്യത്യസ്തമായ അരുവികളെ പോലെ അത് ഇങ്ങനെ ചെറിയ ചെറിയ പുഴകളായിട്ടത് മാറി എന്നുള്ളതാണ്. ഇപ്പോഴും അയൂന് മൂസ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആ ഭാഗത്ത് ചെറിയ ചെറിയ അരുവികൾ അവിടെ ഉണ്ട് എന്നാണ്, ഇപ്പോഴും ഉണ്ടത്. പല വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട്. فانفجرت منه 12 عينا
ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും കുലു വഷ്റബു മിൻ റിസ്ഖില്ലാഹ് വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്. നിങ്ങൾ അള്ളാഹിൻ്റെ റിസ്ഖ് തേടിക്കൊണ്ട് ഇതൊന്ന് കുടിക്കുകയും അള്ളാഹുവിൻ്റെ റിസ്ഖ്, അള്ളാഹുവിൻ്റെ വിഭവങ്ങളിൽ നിന്ന് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തോളൂ. നിങ്ങൾ ഭൂമിയിൽ അക്രമം ചെയ്യരുത്, ഫസാദ് ഉണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഓരോ വിഭാഗത്തിനും കുല്ലുനാസിം മഷ്റബും അവരെ കുടിക്കാൻ വേണ്ടിയിട്ട് 12 ഉറവകളായിട്ട് അത് നൽകുകയുണ്ടായി. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنبِتُ الْأَرْضُ مِن بَقْلِهَا وَقِثَّائِهَا وَفُومِهَا وَعَدَسِهَا وَبَصَلِهَا. ഇവിടെ മൂസ അലൈഹിസ്സലാം എന്ത് കാര്യം ചോദിച്ചാലും അത് നടന്നിട്ടുണ്ട്. കടലിനെ പിളർത്തിയിട്ടുണ്ട്, പാമ്പ് നിലത്തിട്ട് വടിയപ്പോൾ വെള്ളം ചോദിച്ചപ്പം. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ ഇവർക്കൊരു തരം ഒരു ടെൻഡൻസി കൂടി, ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാനുള്ള ഒരു തരം അക്രമ സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു. ഒരു ഈഗോ, അല്ലെങ്കിൽ നബി മൂസാ നബിയോട് വീണ്ടും വീണ്ടുമായിട്ട് ഇവർ ചോദിക്കുന്ന കാര്യം, അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഭക്ഷണം നല്ല ഭക്ഷണമാണ്, അത് കഴിച്ചാൽ മതി. അതിന് പകരം അവർ പിന്നെ ചോദിക്കുന്ന കാര്യങ്ങളാണ് രസകരമായിരുന്നു. രസകരം നല്ലത് ഒരു ധിക്കാര സ്വഭാവത്തിലാണ്. നസ്ബിർ അലാ തുആമിൻ വാഹിദ്, ഒരു ഭക്ഷണം, ഒരൊറ്റ ഫുഡ് തിന്നത് ഞങ്ങൾക്ക് മടുത്തു. ഒരു ഭക്ഷണം കഴിച്ചു. അതുകൊണ്ട് ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചീര, കക്കിരി, ഗോതമ്പ്, പയറ്, ഉള്ളി, ഇതൊക്കെ വേണം. അതാണ് പറഞ്ഞത് മിൻ ബഖലിഹ വ ഖിസ്സാവിഹ വ ഫൂമിഹ വ അദസിഹ വ ബസലിഹ, ഇതൊക്കെ വേണം ഞങ്ങൾക്ക്. അപ്പോൾ മൂസാ നബി ചോദിക്കുകയാണ്, ഖാല അതസ്തബ്ദിലൂന, ബദൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിലും ബദൽ എന്ന് പറയാം, അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, നിങ്ങൾ നല്ലത് വേണ്ടാന്ന് വെച്ചിട്ട് ചീത്ത ഭക്ഷണമാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ വേണേൽ പറയാം, ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും, നിങ്ങൾ വേണേൽ ഏതെങ്കിലും പട്ടണത്തിൽ എവിടെ പോയി ഇവിടെ തന്നെ ജീവിക്കണം നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ലല്ലോ. മൂസാ അലൈഹി സ്വലാമിനോട് പറയാം, നിങ്ങൾ നമ്മളിപ്പോൾ ആ ഒരു അക്രമ മർദ്ദനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഇവിടെ എത്തി, ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തൊക്കെ പട്ടണങ്ങളുണ്ട്, വലിയ വലിയ ടൗണുകളുണ്ട്, അവിടേക്ക് പോയിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞാൽ അവരാരും പോവില്ല. ഇവർക്കിങ്ങനെ ഓസിക്ക് കിട്ടും വേണം, അപ്പോൾ ആരും പോകാനും തയ്യാറില്ല. അങ്ങനത്തെ ഒരു ജനതയാണതൊരു. وضربت عليهم الذلة والمسكنة وباءوا بغضب من الله. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായി എന്നുള്ളതാണ്. ഒരു വല്ലാതെ ദൈന്യതയിലും നിന്ദ്യതയിലും അകപ്പെട്ട് അള്ളാഹുവിൻ്റെ കോപത്തിനിരയായി. അപ്പോൾ അത് ആ സമൂഹം അങ്ങനെ ആവാൻ കാരണം ذَلِكَ بِأَنَّهُمْ كَانُوا يَكْفُرُونَ بِآيَاتِلَّهِ, അള്ളാഹിൻ്റെ ആയാത്തുകളെ നിഷേധിക്കുന്നതിൻ്റെ ഫലമാണ്. وَيَقْتُلُونَ النَّبِيِّينَ بِغَيْرِ الْحَقِّ. യഖ്തുലൂന നബീന എന്നുള്ള രണ്ട് രീതിയിലുള്ള അർത്ഥം മുഫസ്സിരീങ്ങൾ. ഒന്ന്, പ്രബലമായിട്ടും പ്രവാചകന്മാരെ അന്യായമായിട്ട് കൊന്നു എന്നാണ്. ഖത്തല എന്ന് പറഞ്ഞാൽ കൊന്നു. പക്ഷേ ഖത്തല എന്നുള്ള വാക്കിനെ നമ്മൾ യുദ്ധം ചെയ്തു എന്നുള്ളതിനും ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ പ്രവാചകന്മാരോടുള്ള ഒരു ആൻറ്റി മൈൻഡ്. അതിപ്പോൾ മൂസാ നബിയോടൊപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളോട് ഇരുന്നോളാം എന്ന് പറയുന്നൊരു നിലപാടാണ് അവർക്കുള്ളത്. മാത്രമല്ല ദൈവീക നിയമങ്ങളെ അവർ കാറ്റിൽ പറത്തുക. തൗറാത്ത് പിന്നെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ, അള്ളാഹിൻ്റെ തൗറ ഇറക്കാൻ വേണ്ടി അതിൻ്റെ സന്ദർഭത്തിൽ പോലും അവരവിടെ പശുക്കുട്ടിനെ ആരാധിച്ചു എന്നുള്ളതാണ്. ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ കടൽ പിളർത്തിയിട്ടല്ല. ഇനിയിപ്പോൾ അവർക്ക് ഇപ്പോൾ പിന്നെ അവർ പറഞ്ഞ കാര്യം കണ്ടില്ല, എനിക്ക് അള്ളാഹിനെ നേരിട്ട് കാണണം. ഇങ്ങനെയൊക്കെ ഒരു തരം മാനസിക രോഗികളാണ് ഈ ഇസ്രായേൽ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു തരം മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, അതൊന്നും അങ്ങനെ കാണുന്നുണ്ടല്ലോ നമ്മൾ. ذَلِكَ بِمَا عَصَوْا وَكَانُوا يَعْتَدُونَ. അവർ പരിധി വിട്ടിട്ടുള്ളൊരു ധിക്കാരം കാണിച്ചത് കൊണ്ടും പരിധി വിട്ടുകൊണ്ടുള്ള അവരുടെ പ്രവർത്തന ഫലമായിട്ടുമാണ് ഇവർക്ക് ഈ അള്ളാഹുവിൻ്റെ ഗളബ്, ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നുണ്ട്.
മഗ്ദൂബി അലൈഹിം, അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇസ്രായേലിസ്റ്റുകൾ ആയ ചിന്താഗതി അത് പുലർത്തുന്ന ഇന്ന് ഈ ഒരു ചിന്താഗതിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന, കൃത്യമായ അള്ളാഹിൻ്റെ നിയമങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടും അതൊന്നും അനുസരിക്കാതെ ജീവിക്കുന്ന ശുദ്ധ തെമ്മാടികളായ മനുഷ്യന്മാരും ഇസ്രായേലിസ്റ്റുകൾ എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞ, അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു. ഇസ്രായേലിസ്റ്റുകളായിട്ടുള്ള ആ ഒരു മനുഷ്യർക്ക്, ആ ഒരു വിഭാഗത്തെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇന്നല്ലദീന എന്നിട്ട് പറയാം, എന്നിട്ട് ആ ഒരു വിഷയത്തെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആമന ബില്ല വൽ യൗമിൽ ആഖിർ. ആമന ബില്ല വൽ യൗമിൽ ആഖിർ, അതായത് വിശ്വസിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ആരാവട്ടെ, പരലോകം, വൽ യൗമിൽ ആഖിർ, ആമില സ്വാലിഹൻ. ഈ യൗമിൽ ആഖിർ എന്ന പരലോകത്തിൽ ഉണ്ട് എന്നാണ് വിശ്വസിച്ചാൽ പോരട്ടോ. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും പരലോക ജീവിതത്തിൻ്റെക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും അമലു സ്വാലിഹാത്ത് ചെയ്യുമ്പോഴാണ് എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ സർവമത സത്യവാദം പറയാറുണ്ട് പലരും. ഏത് മതമായാലും കുഴപ്പമില്ല, എങ്ങനെ ജീവിച്ചാലും നല്ല കാര്യം ചെയ്താൽ സ്വർഗത്ത് പോകുന്നു. പക്ഷേ അത് അങ്ങനെയല്ല. അത് എങ്ങനെയാണ് എല്ലാവരും നല്ല കാര്യം ചെയ്തവരൊക്കെ സ്വർഗത്ത് പോകണ്ടേ? അങ്ങനെയല്ല. ഇപ്പോൾ ഒരാൾ നല്ലത് ചെയ്യുന്നത് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പം വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിൽ പോയിട്ട് വലിയ സർവീസ് നടത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ദുനിയാവിയായിട്ടുള്ള എന്തെങ്കിലും സ്വത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അധികാരം, പണം, പ്രശസ്തി, ഇതിനൊക്കെ വേണ്ടിയിട്ടോ മനുഷ്യന്മാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഉദ്ദേശമുള്ളൂ, പബ്ലിസിറ്റി, ഫേമസ് ആവണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് വല്ലാതെ ആളുകളുടെ മുമ്പിൽ ആളാകാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിനൊന്നും അള്ളാഹ് കൂലി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, അത് ഹദീസിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമല്ലേ. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് ഇന്നമാലിക്കുല്ലി ഇംറിഇൻ മാ നവ. ഒരാളുടെ ഉദ്ദേശം എന്താണ് അതിനനുസരിച്ചാണ് അള്ളാഹ് കൂലി കൊടുക്കുക. എന്ന പോലെ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു, അതിനിപ്പോൾ ജൂതനാവട്ടെ, ഒരു ജൂതനായിട്ട് ജനിച്ച് ജീവിക്കുന്ന മനുഷ്യനാവട്ടെ, ഇനി ക്രിസ്ത്യാനികളാവട്ടെ, ഒസാബീൻ, ഇനി അതല്ലാത്ത മറ്റ് ആരാവട്ടെ, മൻ ആമനു, ആര് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ത്യദിനത്തിൻ്റെ ഹിസാബ് ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം ജീവിച്ച് ആമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്ത്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമുണ്ട്. വല ഖൗഫുൻ, മതം മാറ്റമല്ല കേട്ടോ. ഈ മതമല്ല ശരിക്കും മാറേണ്ടത്, കർമ്മമാണ് മാറേണ്ടത്. ഈ മതം മാറ്റിപ്പോൾ ഒരാൾ ഒരു ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല. ഒരു സ്പെഷ്യൽ ഡ്രസ്സ് നമ്മൾ മാറ്റി, ഇപ്പോൾ ഒരു പള്ളിയിലച്ഛൻ്റെ ഡ്രസ്സ് ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു പള്ളിയിലച്ഛൻ്റെ, ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു അച്ഛനിടുന്ന ഒരു വെള്ള വസ്ത്രം ഉണ്ടല്ലോ, അതിൻ്റേതായ ഒരു വസ്ത്രം, ആ തിരുവസ്ത്രം ധരിച്ചൊരു മുസ്ലിം ജീവിതകാലം മുഴുവൻ ജീവിച്ചു എന്ന് വിചാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതായത് വസ്ത്രത്തിലല്ല വിഷയം, വസ്ത്രമല്ല മാറേണ്ടത്. ഇനിയിപ്പോൾ ഒരാൾ ഈ താടി, മീശ, തൊപ്പി, ഈ ഐക്കൺ, ഇസ്ലാമിക് ഐക്കൺ, താടി നീട്ടണം അല്ലെ മീശ വടിക്കണം, അതൊന്നുമല്ല പറയുന്നത്. എന്നുവെച്ചാൽ ബാഹ്യരൂപങ്ങളിലല്ല ഇസ്ലാം, കർമ്മങ്ങളിലും കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആന്തരികമായ നീയത്തിലുമാണ്. അതായത് ആത്മീയമായിട്ടുള്ള ഒരാളുടെ നീയത്തിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതില്ലാതെ വെറുതെ ഇപ്പം ഇവിടെയൊക്കെ സാധാരണ ഇതിലിപ്പോൾ കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം നടക്കുന്ന ചില മതപരിവർത്തനങ്ങളൊക്കെ, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല മറ്റു പല പരിവർത്തനങ്ങളും നടക്കുന്നതൊക്കെ മറ്റു പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ നല്ല ഓഫർ കൊടുത്തിട്ട് തന്നെ അവർ ചെയ്തിരുന്നു. അവർക്ക് അതിൻ്റേതൊരു പോളിസി, അവരങ്ങനെ ഒരു പോളിസി ഉണ്ടാക്കി ഒരു കാലഘട്ടത്തിൽ. ഇപ്പം അതുണ്ടോയെന്നറിയില്ല. പണ്ട് കാലത്തൊക്കെ വീട് വെച്ച് കൊടുക്കുകയും പിന്നെ ജോലി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഒരുപാട് ആളുകൾ, പാവങ്ങളായ ആളുകൾ ക്രൈസ്തവതയിലേക്ക് മാറിയത്. അതുപോലെ തന്നെ ഇസ്ലാമിലുണ്ടായിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് അങ്ങനെ ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ആളുകൾ, അവർ ജീവിതത്തിൽ വേറൊരു ആലംബമില്ലാത്ത ആളുകൾ. അപ്പോൾ അവരിങ്ങനെ വിചാരിക്കാം, ഞാൻ ഇസ്ലാം ആകുന്നതോടുകൂടി എന്നെ എല്ലാവരും ഇനി സഹായിച്ചോളും, എനിക്കൊരു കല്യാണം കഴിക്കണം, അതിന് ഈ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് നടക്കൂല, ഇസ്ലാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും പെണ്ണ് കിട്ടും എന്നൊക്കെ വിചാരിച്ച് വന്നവരുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ വരുന്നതിൽ ഇസ്ലാമിൽ താല്പര്യമില്ല. അങ്ങനെ ഒരാൾ നിർബന്ധിത മതപരിവർത്തനമോ ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാമിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് ഇസ്ലാമിന് ആവശ്യമില്ല, അള്ളാഹ്ക്ക് ആവശ്യമില്ല.
അങ്ങനെ നമ്മളാരും ചെയ്യേണ്ട കാര്യവുമില്ല. അവരവരുടേതായ മതത്തിൽ ജീവിച്ചോട്ടെ, അവർ കിട്ടുന്ന ഫെസിലിറ്റി അവർ ഉപയോഗപ്പെടുത്തിക്കോട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങളുടെ ഉദ്ദേശം ഈ പ്രപഞ്ച സൃഷ്ടാവായ, ഇപ്പോൾ അള്ളാഹ് എന്നുള്ള ടേം തന്നെ എടുത്തു മാറ്റും. നമ്മൾ അറബ് വാക്ക് തന്നെ, ആ വാക്കിലാണ് ഈ വിഷയമൊക്കെ വരുന്നത്. നമ്മൾ അങ്ങനെ പറയാം, ഈ മുസ്ലിം എന്നുള്ള വാക്കൊക്കെ മാറ്റിയിട്ട്, അതായത് ഈ പ്രപഞ്ചനാഥനായ ഒരു പ്രാപഞ്ചിക സംവിധാനങ്ങളുടെ മേലെ ഒരു രക്ഷിതാവ് റബ്ബുണ്ടെന്നും ആ റബ്ബിനെ അനുസരിച്ച് ഞാൻ ജീവിക്കണമെന്നും ഈ റബ്ബ് നാളെ പരലോകത്ത് റബ്ബിൽ യൗമിൽ ആഖിർ, പരലോകത്ത് ആഖിറത്തിൽ എനിക്ക് എൻ്റെ വിചാരണ നേരിടേണ്ടി വരുമെന്നത് കൊണ്ട് ഈ ദുനിയാവിലെ ആ പടച്ച റബ്ബിൻ്റെ ദൈവിക നിയമങ്ങളനുസരിച്ച് ജീവിക്കണം. അപ്പോൾ ആ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈസാ നബിയിലേക്കും മൂസാ നബിയിലേക്കും പോകേണ്ടി വരും. ചരിത്രത്തിലെ സകല പ്രവാചകന്മാരുടെയും വഴിയെ ഈ മനുഷ്യൻ സഞ്ചരിക്കാതെ എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ത്യപ്രവാചകനെ പറ്റി പഠിക്കേണ്ടി വരും, മുഹമ്മദ് റസൂലുള്ളയെ പഠിക്കേണ്ടി വരും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാതൃകയാക്കി ജീവിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഓഫർ, അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പോൾ അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ സങ്കടപ്പെടേണ്ടിയും വരില്ല. എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ അള്ളാഹു വെറുതെ മനുഷ്യനെ സൃഷ്ടിച്ചിങ്ങോട്ട് അയക്കല്ല ചെയ്തത്. മനുഷ്യന് അതിനുള്ള സന്മാർഗത്തിനുള്ള വഴിയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയൊരു മനുഷ്യൻ അള്ളാഹിൻ്റെ വഴിയിൽ ജീവിച്ച് എന്നിട്ട് സൽക്കർമ്മം ചെയ്താൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ഉണ്ട് എന്നാണ്. അല്ലാതെ എല്ലാ മതത്തിൻ്റെ ആളുകളും നാളെ സ്വർഗത്ത് പോകും എന്നൊരു മൂഢധാരണയിൽ വെക്കരുത്. കാരണം പല മതങ്ങളും പലതും പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഹറാമായ എല്ലാം ചെയ്യാം, കള്ളു കുടിക്കാം, വിഭജിക്കാം, ഇതൊക്കെ പഠിപ്പിക്കുന്ന മതങ്ങൾ അങ്ങനെ ചിലപ്പോൾ ആധികാരികമായിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അനുയായികൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളിലുള്ളവരും സ്വർഗത്ത് പോകുന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുകയും ആ ദൈവത്തിൻ്റെ ആ യഥാർത്ഥ ദൈവം എന്നൊന്നുമില്ല, യഥാർത്ഥ ദൈവം ഫേക്കുന്നൊന്നുമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് അള്ളാഹു. ആ അള്ളാഹു എന്ന കാര്യത്തിൽ ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, മറ്റുള്ള സാബീയങ്ങളാവട്ടെ, ആരാവട്ടെ, അവർ അള്ളാഹുൽ വിശ്വസിക്കുക, അവർ പരലോകത്തെക്കുറിച്ച് ബോധമുള്ളവരാവുക, സൽക്കർമ്മങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക, അവർക്ക് പ്രതിഫലമുണ്ട്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ. തൂർ പർവ്വതം, തൂരി സീനാ മലകളെ പറ്റിയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം കഴിഞ്ഞ കഥകളിലൂടെയൊക്കെ പറയുന്നത്. ആ പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. സീനാ മലയൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ തൂരി സീനാ മലനിരകളുടെ ആ ഒരു, ഇവിടെ രണ്ട് മാന മുഫസ്സിരിങ്ങൾ, ഒന്ന് ആ വലിയ പർവ്വതത്തെ അവരുടെ മുമ്പിൽ സാക്ഷിയാക്കി ഉയർത്തി എന്നാണ്. സാക്ഷിയായിട്ട് ഉയർത്തി എന്ന് പറഞ്ഞാൽ ആ ഉയർത്തപ്പെട്ട അതിനെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തു എന്നാണ്. വേറെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞ് ഈ കടൽ വിളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മലയെടുത്ത് പൊക്കാനാണ് അള്ളാഹുവിന് ബുദ്ധിമുട്ട്. അപ്പം ആ ചരിത്രത്തിൽ ആ മല പൊങ്ങിയിട്ടുണ്ടാവും. മല ആകാശത്തേക്ക് വന്ന് ഈ ഇസ്രായേൽ ജനതയുടെ മേലേക്ക് പതിക്കുമാറ് അതിങ്ങനെ നിന്നിട്ട് അവിടെ വെച്ചിട്ട് മൂസാ അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, അള്ളാഹിൻ്റെ അദാബ് വരാൻ പോവാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ നന്നായിക്കോ, വദിക്കുറു ഫീഹി ലഅല്ലക്കും തഖ്വയുള്ളവരായി ആവുക എന്ന് അവരോട് പറഞ്ഞ സന്ദർഭം. അങ്ങനെ ഈ രണ്ട് രീതിയിലും മുഫസ്സിരിങ്ങൾ ഇതിന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തൂറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ മല ഉയർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മല ഉയർത്തപ്പെട്ട രീതിയിൽ അതിനോട് ചേർന്ന് നിന്നിട്ട്, അതായത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായല്ലോ, പിന്നെ തൗറാത്ത് വാങ്ങാൻ പോയ സമയത്ത് ഇവർ അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച സന്ദർഭത്തിൽ അവരെ മരിപ്പിച്ച് കളയുണ്ടായി. അപ്പോൾ ആ ഒരു സന്ദർഭമാവാം, ഇതും ആവാം. അപ്പോൾ എന്തായാലും ആ തൂറുമലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയത്ത് പറയുന്നത്. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. അള്ളാഹിൻ്റെ കാരുണ്യം, റഹ്മത്ത് അവർക്ക് കിട്ടിയതുകൊണ്ടാണ്. അതായത് ആ മല അവരെ ഇത് അങ്ങനെ തന്നെ ഡയറക്റ്റ് അർത്ഥം വെക്കുകയാണ്. ആ മല അവരുടെ മേലെ വീണുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ഫളുലുല്ലാഹി അലൈക്കും, അള്ളാഹിൻ്റെ ഫളുലിലും ശ്രേഷ്ഠതയിലും നിന്നുകൊണ്ടുള്ള കാരുണ്യം അവർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവർ വലിയ നഷ്ടത്തിൽ പെടുമായിരുന്നു എന്ന്, അവരെ നശിപ്പിച്ച് കളയുമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. ഇതിലും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഖിർദ് എന്ന് പറഞ്ഞാൽ കുരങ്ങൻ എന്നാണ്. അത് സാബത്ത് നാൾ, സാബത്ത് യൗമു സബത്ത് നഫിസ് സബത്തി
നമ്മൾ വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് പ്രിയങ്കരമായ പോലെ ഈ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾക്ക് അന്ന് ശനിയാഴ്ചയായിരുന്നു. ബനി ഇസ്രായേൽ സമൂഹത്തിന് തന്നെ ശനിയാഴ്ച അവർ വളരെ ആദരവോട് കാണുകയും അന്ന് പ്രത്യേകമായ പ്രാർത്ഥനകളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അന്ന് ഈ തീരപ്രദേശത്തുള്ള ആളുകളോട് ഈ മത്സ്യം പിടിക്കാൻ, അതായത് മീൻ പിടിക്കാൻ പോകരുത് എന്നൊരു അതായത് ഇപ്പം പലപ്പോഴും അള്ളാഹു പല നിയമങ്ങളും വെക്കുന്നത് ചിലതൊക്കെ പരീക്ഷിക്കാൻ കൂടിയാണ്. ഇപ്പം സ്വർഗത്തിൽ വെച്ച് ആദം ഹവ്വ ദമ്പതികളോട് ആ വൃക്ഷത്തെ അടുക്കരുത്, സമീപിക്കരുത്, അതിൽ നിന്ന് പഴം പറിക്കരുത് എന്നൊക്കെ പറഞ്ഞത് അതൊരു പരീക്ഷണമാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്ത് ഇവരെങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ നേരത്തെ തന്നെ ഇവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഹെത്വ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ താഴ്മയോടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ അത് അവരനുസരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് അങ്ങോട്ട് പ്രവേശിക്കാതെ 40ഓളം വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നു എന്നാണ്. അങ്ങനെയാണ് ചരിത്രം പറഞ്ഞത്. അപ്പം നന്ദി കെട്ട ഒരു സമൂഹമാണ്. ഇവരൊന്നുകൂടി പരീക്ഷിച്ചാണ് അള്ളാഹു. പക്ഷേ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ശനിയാഴ്ച പോയിട്ട് മീൻ പിടിക്കരുതെന്നല്ല പറഞ്ഞ്. അതുകൊണ്ട് ഇവർ മെല്ലെ പോയിട്ട് ഈ കടൽ തീരത്തൊക്കെ പോയിട്ട് മീനെ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ ചാല് കയറിയിട്ട് വെള്ളം ഇങ്ങോട്ട് പിന്നെ ചില തടാകങ്ങളുണ്ടാക്കി മീൻ അതിലേക്ക് ശേഖരിച്ച് വെക്കും. പിടിക്കൂല, ശേഖരിച്ച് വെക്കും. പിടിക്കുന്നത് ഞായറാഴ്ച പോയിട്ട് പിടിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ മതനിയമങ്ങളെ പാലിക്കുന്നതിന് നമ്മൾ അങ്ങനെയൊക്കെ എതിറുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ചില കാര്യങ്ങൾ അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞാൽ, അപ്പം ഉദാഹരണമായിട്ട് പറയാം, ചിലർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എത്രത്തോളം നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. പലിശയെ നമ്മൾ പല രീതിയിലും ന്യായീകരിക്കും. ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം, ഇപ്പോൾ പെട്ടെന്നൊരു ബിസിനസ് തുടങ്ങാനിപ്പോൾ വേറെ ഇടണം, അപ്പോൾ പൈസ ഇട്ടുക. നമ്മളൊരു അനിസ്ലാമിക സാഹചര്യത്തിലുള്ള ലോകക്രമത്തിലല്ലേ. ഇവിടെ ഇപ്പം ഇസ്ലാമിക് ബാങ്കൊന്നും ഇല്ലല്ലോ നമുക്ക് ഇസ്ലാമിക് പലിശ ഇല്ലാത്ത ലോൺ തരാൻ. അതുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളതിനെ ന്യായീകരിച്ച് വളച്ചൊടിച്ച്, അല്ലെങ്കിൽ പല രീതി ഇപ്പം അടവ് സിസ്റ്റം. എന്താ അടവ് സിസ്റ്റം? ഒരു പ്രോഡക്റ്റ്, ഒരു ഫർണിച്ചർ കടയിൽ നിന്ന് നമ്മളൊരു ഫർണിച്ചർ വാങ്ങാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് പറയാണ്, ഇത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഇതിൽ സെയിം റേറ്റ് ആണോ? അല്ല, സെയിം റേറ്റിൽ കുറച്ച് കൂടും. സാരല്ല, അത് പിന്നെ നഷ്ടപരിഹാരമല്ല, അത് പിന്നെ പലിശ എന്ന് പറയില്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മളെങ്ങനെ അള്ളാനെ പറ്റിക്കാൻ പറ്റുക എന്നുള്ള ഒരു രീതിയിൽ ചില കാര്യങ്ങളോട് ഇതേ നിലപാട് തന്നെയാണ് ഇസ്രായേലിസ്റ്റുകളുടെ നിലപാട്. ഒരു ഇസ്രായേലിസ്റ്റ് സ്വഭാവം നമുക്കുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തണം. ഇപ്പം ഈ കഥയും ചരിത്രമൊക്കെ അങ്ങനെ പറയുന്നത് വെറുതെ കഥ പറഞ്ഞു പോകാനല്ലല്ലോ, അതിലൂടെ നമ്മൾക്ക് പാഠം പഠിക്കാനല്ലേ പ്രിയമുള്ളവരെ. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. അതായത് ഇതിലെന്താ സംഭവിച്ചത്? ഖിർദത്തൻ ഖാസിൻ, അവരെ മറക്കടന്മാരാക്കിയതാണ്. ഇതിന് ഒന്നെങ്കിൽ പറയപ്പെടുന്നത് അവർ കുരങ്ങന്മാരായി തന്നെയാണ്, ഒറിജിനൽ കുരങ്ങന്മാരായിട്ട് മാറിയെന്നാണ് ആ ജനത. അല്ലെങ്കിൽ ഇത് സാബത്ത് നാളിൽ സംഭവിച്ച ഒരു ഇസ്രായേലിൽ സംഭവിച്ച സംഭവമാണ്. അപ്പോൾ ഇതെപ്പോൾ സംഭവിച്ചെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്നുകിൽ ഈ മൂസ അലൈഹി സ്വലാമിൻ്റെ കാലശേഷം അവസാന സന്ദർഭത്തിൽ ഒരു വിഭാഗത്തെ അങ്ങനെ സംഭവിച്ചു, ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ മുഫസ്സിർ പണ്ഡിതന്മാരും പറയപ്പെടുന്നത് ഇതിനു മുമ്പുള്ള ഇസ്രായേൽ ജനതയിൽ സംഭവിച്ചൊരു സംഭവമാണ് അത് പറയാണെന്നാന്ന് വെച്ചാൽ, എന്തായാലും ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇത് ഒന്നെങ്കിൽ കുരങ്ങന്മാരായി തന്നെ മാറി, അല്ലെങ്കിൽ കുരങ്ങന്മാരുടെ സ്വഭാവം, ഒരു ബുദ്ധിയില്ലാത്ത ഒരവസ്ഥയിൽ അവരെ ഒരു മറക്കട സ്വഭാവത്തിലേക്ക് അവരുടെ ജീവിതം മാറ്റി അവരങ്ങനെ തന്നെ മരിച്ചു. മക്കളൊന്നും അതായത് അവർക്ക് പിന്നെ അതായതിപ്പം ആണും പെണ്ണും യോജിക്കണമല്ലോ, സെക്സ് നടക്കണമല്ലോ, മക്കളുണ്ടാവണേ, അതുപോലും ഇല്ലാതെ എന്ന് വെച്ചാൽ അവർക്ക് മൊത്തത്തിൽ ഒരു രീതിയിലും എങ്ങനെയാണ് കുട്ടികളുണ്ടാവുക ഒന്നും അറിയാത്ത രീതിയിൽ അവരുടെ ബുദ്ധിയെ ഇല്ലാതാക്കി എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ. എന്നിട്ട് അങ്ങനെ തന്നെ മരണപ്പെട്ടു. പിന്നെ ഇവർക്ക് സന്താന പരമ്പര ഉണ്ടായില്ല എന്നാണ്. പിന്നെ ആ ഒരു ഏരിയയിലുള്ള മനുഷ്യർ അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയി എന്നാണ്. വേറെ മീൻ പിടിക്കാൻ പിന്നെ പറ്റിയില്ല, മീൻ പിടിക്കാനുള്ള ബോധം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അവരെ പറ്റി പറയപ്പെടുന്നത്. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ആ ജനതയെ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അക്കാലത്തേക്കും പിൽക്കാലത്തേക്കും ഒരു ഗുണപാഠമാക്കി അവരുടെ അവസ്ഥകൾ, അവരുടെ ഈ സന്ദർഭങ്ങളൊക്കെ
മറ്റുള്ളവർക്കൊരു ഗുണപാഠം കൂടിയാണ്. കാരണം ചരിത്രം ഇങ്ങനെ പറയുന്നത് ചരിത്രം ഇങ്ങനെ പറയപ്പെടാനല്ല, ജീവിതത്തിൽ അള്ളാഹിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇതിലൊക്കെ സന്തോഷവും സതുപദേശവുമാണ്. അതല്ലാതെ ഇതിന്നൊക്കെ വഴിമാറി സഞ്ചരിക്കുന്നവർക്ക് കൃത്യമായ താക്കീത് കൂടി ഇതിലുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. ഇവിടെ വൈദ് ഖാല മൂസ അലൈഹിസ്സലാം, ഇതൊരു സംഭവം ഉണ്ടായത് എങ്ങനെ വെച്ചാൽ, ഒരു മനുഷ്യൻ, ഒരു വലിയ പൈസക്കാരനായ ഒരു മനുഷ്യൻ മൂസ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്നതാണ്. അയാളുടെ മക്കളാരോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടപ്പെട്ടാരോ സമ്പന്നനെ കൊന്നു. എന്തിനാ കൊന്നതെന്നറിയോ? ആരെ കൊന്നെന്ന് അറിയില്ല, കുടുംബത്തിൽപ്പെട്ട ആരോന്നാ കൊന്നത്. ആ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി കൊന്നതാണ്. അതെല്ലാവർക്കും മനസ്സിലായി പൈസക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. പക്ഷെ കൊല ചെയ്ത ആരാന്ന് മനസ്സിലായില്ല. അത് വലിയൊരു പ്രശ്നമായി അവിടെ. അപ്പോൾ അത് പ്രശ്നം മൂസ അലൈഹി സ്വലാമിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇവരുടെ മനസ്സെന്ന് ഈ പശു ദൈവങ്ങളോട്, ഇവർക്ക് അങ്ങനെയാണ് ഈ മൃഗങ്ങളൊക്കെ പിടിച്ച് ദൈവമാക്കുക. അന്ന് തൗറാത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ ഇവർ ഈ സ്വർണ്ണമൊക്കെ ഒരുക്കിയിട്ട് ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയ സന്ദർഭം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ബക്ര എന്നുള്ള പേര് വരുന്നത്. അത് അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത് ഷിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കൂല. അപ്പോൾ ആ ദൈവീകതയെ മാറ്റിയിട്ട് ഒരു കാരണം, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാതെ അവരങ്ങനെ ചെയ്യണം. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പശുവിനോടൊരു വല്ലാത്ത അതൊന്നും ഉണ്ടല്ലോ, ഒരു ദൈവീകത പശുവിൽ കാണുകയാണ്. അപ്പം അങ്ങനെ ആ പശുവോടുള്ള ആ ദൈവീകതയുടെ ഭാഗമായി നിൽക്കുന്ന സമൂഹത്തോടെ പറഞ്ഞു, നിങ്ങൾ പശുവിനെ അറുക്കണം എന്ന് മാത്രമല്ല, അറുത്തിട്ട് ആ പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസഭാഗം എടുത്തിട്ട് ആ മാംസഭാഗം കൊണ്ട് ഈ മരിച്ചെടുക്കുന്ന ആൾ അടിച്ചു കഴിഞ്ഞാൽ അയാൾ എണീറ്റിട്ട് ജീവിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും? ആരാണ് എന്നെ കൊന്നത് എന്ന് പറയുന്നതാണ്. قال أعوذ بالله أن أكون من الجاهلين. പറയാണ്, ഞങ്ങളെ പരിഹസിക്കുകയാണോ? തദ്ബഹു ബഖറ അല്ലേ, നീ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളെ കളിയാക്കണോ, ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യണോ? പറഞ്ഞു, ഞാൻ അവിവേകികളിൽപ്പെട്ടവനല്ല, അഊദു ബില്ലാഹി അൻ ജാഹിലിയത്തിൽ പെടാതിരിക്കാൻ ഞാൻ അള്ളാഹു ബിലീസിൽ നിന്ന്, പൈശാചികളിൽ നിന്ന് അള്ളാഹുവോട് രക്ഷപ്പെടുന്നു. അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ അവർ ചോദിക്കണം, ജനത്തിന് ബോധ്യമുണ്ട് മൂസ എന്താ പറയുന്നതെന്ന്. അപ്പോൾ ഇവരതൊന്ന് ഒഴിഞ്ഞു മാറാനുള്ള പിന്നെ ചില വിളവ് സംസാരിക്കാറില്ല, ചില പഴുതുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖാലു ഉദ്ഉ ലനാ റബ്ബക. ആ വാക്കിനെ നോക്ക്, എന്ത് ധിക്കാരമാണ് അവർ പറയുന്നത്. എൻ്റെ റബ്ബിനോട് പോയി ചോദിക്ക്. അപ്പം ഇവരെ റബ്ബല്ലേ എന്ന് വെച്ചാൽ ഇവർക്ക് പലതും ഉണ്ട് റബ്ബ്. ഇവർക്ക് ഇപ്പം ഭൗതികമായിട്ടുള്ള പല ദൈവങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ്. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി. അപ്പോൾ അതിനൊന്ന് വ്യക്തമാക്കി പറയണം. നിങ്ങൾ ഈ പശു എന്ന് പറഞ്ഞവരാണ്, എത്ര പശുണ്ട്, ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതി, അത്രേ പറഞ്ഞുള്ളായിരുന്നു. പക്ഷെ മൂസാനോട് പറയാണ്, മൂസ അലൈഹി സ്വലാമിനോട് പറയാണ്, പിന്നെ ഒന്ന് വ്യക്തമാക്കി തരാൻ. قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. അതായത് പ്രായം കുറഞ്ഞതും ആവരുത്, ഓവർ പ്രായമുള്ളതും ആവരുത്, ഒരു ഒത്ത വയസ്സുള്ളതായിരിക്കണം. അതങ്ങനെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ആ പശുവിനെ അറുക്കാതിരിക്കാനുള്ള അടവായിരുന്നത്. പക്ഷെ അതിന് കൃത്യമായ മറുപടി കിട്ടി. ചെറിയ പ്രായമുള്ള ഓവർ വയസ്സും ആവണ്ട, മാത്രമല്ല ഒരു പ്രായമുള്ള ഒന്നിനെയാണ് അറുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിട്ടിട്ടില്ല. ഈ ജനതയുടെ ഒരു ധിക്കാരം നോക്കണേ. പിന്നെയും ചോദിക്കുക, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സ്വഫ്റാഉ ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാസിരീൻ. അവർ പറഞ്ഞു, അതായത് ഇസ്രായേൽ സമൂഹം പറയാണ്, ദുആ ലനാ, ചോദിച്ചു നോക്ക് റബ്ബിനോട്, നിന്റെ റബ്ബിനോട്, യുബയ്യിൻ ലനാ മാ ലൗനുഹാ, അതിൻ്റെ നിറം എന്താണ്? കഷ്ടമാണ്. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സ്വഫ്റാഉ
فاقع لونها تسر الناظرين. ഒരു തെളിഞ്ഞ മഞ്ഞ നിറമൊക്കെ ഉള്ള ഒരു കാണാൻ കൗതുകമൊക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പശുവിനാണ് നമ്മൾ അറക്കേണ്ടത്. പിന്നെയും മറുപടി കിട്ടുക. എന്നിട്ടും തീർന്നില്ല അധികാരികൾ. വെറുതെ അല്ലേ ഈ ബക്കറ എന്നുള്ള പേര് ഈ സൂറത്തിന് വരുന്നത്. ഈ പശുവിനെ വെച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു ധിക്കാരം അവർ കാണി. പിന്നെയും ചോദിക്കാം, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഇന്നൽ ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ആദ്യം പറഞ്ഞു പ്രായം കുറഞ്ഞത് വേണ്ട, പ്രായം കൂടുതലും വേണ്ട, ഒത്ത പ്രായമുള്ളത് മതി. പിന്നെ പറഞ്ഞു മഞ്ഞ കളറിലുള്ളത് മതി. എന്നിട്ട് ഇവർക്ക് മനസ്സിലായില്ല, ഈ ചങ്ങായിമാർ ചോദിക്കുന്നതാണ് ധിക്കാരം. ആരും അള്ളഹാനോട് പോയി ചോദിക്ക്, ഈ പശു ഇനി എങ്ങനെ വേണം ഞങ്ങൾ. അപ്പോൾ ഇവരൊരു വാക്ക് പറഞ്ഞു, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റി. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. മൂസ അലൈഹി സ്വലാം പറഞ്ഞു, നിലം ഭൂമി നിലം ഉഴുതാൻ ഉപയോഗിച്ച പശു ആകാനാവരുത്, അല്ലെ വിള നനക്കാനോ അങ്ങനെ എന്തെങ്കിലും. വല തസ്ഖിൽ ഹർസ മുസല്ലമത്തുല്ല ഷിയത ഫീഹ ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്. അപ്പോൾ അത് പിന്നെ അവർ പറയാം, ഖാലുൽ ആൻ, ഇപ്പോഴാണ് ജിഅത ബിൽ ഹഖ്. അതായത് നിലം ഉഴുതാൻ ഉപയോഗിക്കാത്തതും അല്ലെ വിള നനക്കാൻ ഉപയോഗിക്കാത്തതും, അല്ലെങ്കിൽ അതിന് പിന്നെ അതിൻ്റെ ബോഡിയിൽ വേറെ കലകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ല മുസല്ലമത്തുല്ല ഷിയത ഫീഹ. അപ്പം ആലോചിക്കൂ, ചെറിയ പ്രായമുള്ളതല്ല, ഇതൊക്കെ അവർ ചോദിച്ചു വാങ്ങിയതാണ്. ഏതെങ്കിലും പശുവിനെ പിടിച്ച് അറക്കേണ്ടതിന് പകരം അറക്കാതിരിക്കാനുള്ള അവരുടെ ആ ഒരു ബോധം ആണ് ഈ ചോദ്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ അവരിപ്പോൾ പറയാം, അപ്പോൾ ഇത്രയും കൂടി ഇനിയിപ്പം ഇതൊക്കെ നോക്കണം, ഈ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് വേണം പശുവിനെ എടുക്കാൻ. അപ്പോൾ എന്നാലും ഉഴുതുമറിക്കാത്തതാവണം, അതിൻ്റെ മേലെ വേറെ കലകൾ ഉണ്ടാവാൻ പാടില്ല, ഇതൊക്കെ നോക്കണം. അങ്ങനെ അവസാനം ഒരു അതിന് എത്രയോ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. എവിടെയോ പോയിട്ട് ഏത് പട്ടണത്തിൽ എവിടെയോ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരേണ്ടി വന്നു. കാരണം അങ്ങനെ ഒരു പശുവിനെ അവിടെ കിട്ടിയില്ല, അവർക്ക് വലിയ ബുദ്ധിമുട്ടായി. പക്ഷേ പറയാം, ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്, ഇപ്പോഴാണ് ശരിയായിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഫദബഹൂഹ വമാ കാദൂ യഫ്അലൂൻ. അവർ ശരി യഥാർത്ഥത്തിൽ അവരതിന് തയ്യാറാവുമായിരുന്നില്ല എന്ന് അവർക്ക് മനസ്സ് അല്ലാഹ്ക്കറിയാലോ. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. അത് ഈ ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു പശുവിനെ അറുത്ത ശേഷം ആണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. പശുവിനെ അറക്കാൻ പറഞ്ഞു തന്നെ ഈ ഒരു സംഭവം നടന്നത്. ഇത് ഖതൽത്തുൻ നഫ്സൻ, നേരത്തെ മേലെ പറഞ്ഞു, ഒരാളെ കൊന്നു. ആളെ കൊന്നത് സാമ്പത്തിക ആവശ്യത്തിനോ എന്തോ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആരാന്ന് തെളിയിക്കേണ്ട ബാധ്യത മൂസ അലൈഹി സ്വലാമിൽ വന്ന് ചേർന്നപ്പോൾ ആണ് മൂസ അലൈഹി സ്വലാം പറഞ്ഞത്, فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى. ആ മനുഷ്യനെ അടിച്ചു കഴിഞ്ഞപ്പം ജീവൻ വെച്ചു എന്നാണ്, ജീവൻ വെച്ചിട്ട് തന്നെ ആരെ കൊന്നത് എന്ന് പറഞ്ഞു. അത് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇത് ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ വന്ന വേറൊരു സമുദായം ലോകത്തില്ലല്ലോ. നമ്മൾ നോക്കുക, നമുക്കിപ്പോൾ ഈ ഖുർആൻ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട ഒരു സമൂഹം. ഇത് സാന്ദർഭികമായിട്ടൊരു ഹദീസ് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഞാൻ പരലോകത്ത് അന്ത്യദിവസം എനിക്കൊരുപാട് ആളുകളുണ്ടാവും, എൻ്റെ സമുദായം ഒരുപാട് പേര് സ്വർഗത്തിലേക്കുള്ളവരാണ്. മറ്റൊരു പ്രവാചകന്മാർക്ക് അവകാശപ്പെടാനില്ലാത്ത വിധം സാഗരം സ്വർഗത്തിലേക്ക് ഒഴുകുന്നത് എൻ്റെ ഉമ്മത്തായിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ കാത്തു നിൽക്കും, എൻ്റെ ഉമ്മത്തിലെ എൻ്റെ വിസ്മയകരമായ വിശ്വാസത്തിൻ്റെ ഉടമസ്ഥരായ എൻ്റെ ആളുകളെ കാണാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ണിൽ കാണുകയാണ്. ആ ഡ്രീം അത് ഒരു പക്ഷേ സ്വർഗ്ഗലോകത്ത് വെച്ച് ഭാവിയിലെ സംഭവമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം.
ആരൊക്കെ വരുന്നു സ്വർഗത്തിലേക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡ്രീം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അടുത്തുള്ള സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഉണ്ട് അല്ലേ. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ത്യാഗം സഹിച്ച സ്വഹാബി വര്യന്മാരാ മുമ്പിലിരിക്കുന്നത്. ജീവനേക്കാളേറെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാ. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങളല്ലേ വരാൻ വേണ്ടി ഞങ്ങളല്ലേ കാത്തല്ലേ റസൂലെ കാത്തിരിക്കുന്ന വെച്ചാൽ നിങ്ങളല്ല എന്ന് പറയുമ്പോൾ ഇവരുടെ നമ്മൾ കൊള്ളിയാൻ മിന്നി എന്ന് പറയില്ലേ, മനസ്സിൽ ഇവർ ഞെട്ടിത്തരിച്ചു പോയി. ഇവർ ഞങ്ങളല്ലെങ്കിൽ ഞങ്ങളല്ലേ ഉത്തമ സമൂഹം എന്ന് ചോദിക്കുന്ന ഒരു ആശ്ചര്യത്തോടെ, കൗതുകത്തോടെ, ആകാംക്ഷയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളല്ല, കാലങ്ങൾ കഴിഞ്ഞാൽ ദേശങ്ങൾക്കപ്പുറം, ഒരുപാട് ലോകങ്ങൾക്കപ്പുറം, ഒരുപാട് നാടുകൾക്കപ്പുറം വേറെ അന്യഭാഷ സംസാരിക്കുന്ന, എന്നെ കണ്ടിട്ടില്ലാത്ത, എന്നെ കണ്ടവരെ കണ്ടിട്ടില്ല. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുക. നമ്മളെ പറ്റിയല്ലേ പറയുന്നത്. എന്നെ കണ്ടിട്ടില്ലാത്ത, എൻ്റെ താബീങ്ങളെ കണ്ടിട്ടില്ലാത്ത, എന്നെ പിൻപറ്റിയവരെ കണ്ടിട്ടില്ലാത്തൊരു ജനത വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകും. അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കും, അവർ ഖുർആനെ പറ്റി പഠിക്കും, അവർ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ സാഹചര്യം വല്ലാത്ത പ്രതിസന്ധികളുടെ കാലഘട്ടമായിരിക്കും. നാട്ടിൽ ഒരുപാട് ഹറാമും ഹലാലും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലമായിരിക്കും. അന്നും കൽബിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ പ്രഭ കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് എന്നെ കൽബിൽ ജീവനേക്കാളേറെ സ്നേഹിച്ചിട്ടൊരു സമുദായം അന്നുണ്ടാകും, ഒരു സമൂഹം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനത് പറയുമ്പോൾ എന്താ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്നല്ലേ ആ കാലം. അപ്പോൾ ഫഖുൽനാ ദ്രിബൂഹു ബിബഅദിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീകും ആയാതിഹി ലഅല്ലകും. ചിന്തിക്കുന്നവർക്ക്, തഅഖിലൂൻ, അഖ്ലുള്ളവർക്ക് ഇതിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ അവരുടെ മുമ്പിൽ പച്ചവെള്ളം പോലെ ദൃഷ്ടാന്തങ്ങൾ, അടിക്കടി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ ഇവിടെ മുമ്പിൽ വന്നിട്ടും അവർക്ക് യാതൊരു കുലക്കുമില്ലാത്ത വല്ലാത്തൊരു സമൂഹം തന്നെയാണ് എന്ന് പറയാം. എന്നിട്ട് അതിൻ്റെ അടുത്ത ആയത്താണ് അതിനേക്കാളും ആശ്ചര്യകരം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. അവരോട് പറയാ, നിങ്ങളുടെ മനസ്സ് കടുത്തുപോയി, പാറ പോലെ കഠിനമായി. എന്നിട്ട് പറയാ ഔ അശദ്ദു ഖസ്വ, അതിനേക്കാളും കഠിനമായി, പാറയേക്കാൾ കഠിന ഹൃദയരായി മാറി. കാരണം ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ, ഇത്രയേറെ കൺമുമ്പിൽ വന്നിട്ട് നോക്കൂ. ഈ കാർമേഘങ്ങൾ മേലെ വന്ന് നിൽക്കുന്നത്, മന്നയും സെൽവയും കൊടുക്കുന്ന, കടൽ പിളർത്തുന്ന, വടിയിട്ട് പാമ്പാവുന്ന, തൂർ പർവ്വതത്തെ ഉയർത്തുന്നു. ഇതൊക്കെ ദൃഷ്ടാന്തങ്ങൾ. ഇപ്പോൾ ഈ മനുഷ്യൻ മരിച്ച ആൾ എണീറ്റിട്ട് കൊലപാതകയെ പറഞ്ഞു. ഇതൊക്കെ സംഭവിച്ചിട്ടും യാതൊരു കുലുക്കുമില്ലാതെ അവർക്ക് അവരുടെ അധികാരത്തിൽ അവരിങ്ങനെ ആ ലഹുവിൽ ജീവിക്കുന്ന സമൂഹം ഇസ്രായേൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സമൂഹമാണ്. وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ. ഞാൻ ചിരിച്ചു പോവാണ് ഈ ആയത്ത് ഓതുമ്പോൾ. وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارُ. എന്തൊരു മനോഹരമായിട്ട് ഇതൊരു സാഹിത്യ സൃഷ്ടിയായിട്ട് തോന്നുന്നത് ചില സന്ദർഭത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാൻ്റെ പ്രയോഗം. നിങ്ങളുടെ മനസ്സൊക്കെ കടുത്തുപോയി, പാറ പോലെ കടുത്തുപോയി, അല്ല പാറനേക്കാളും കടുത്തുപോയി. എന്നിട്ട് പറയാ, ഇനിയിപ്പോൾ പാറയാണേലും അതിൻ്റെ ഉള്ളിൽ നിന്ന് തെളിനീരുറവകൾ പുറത്തേക്ക് വരാറുണ്ടല്ലോ. പാറയാണേലും. പക്ഷെ നിങ്ങളുടെ മനസ്സ് അതുമല്ല. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു ഉറവയും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം ഉറവകളായിട്ട് യഖ്റുജു, വെള്ളം പുറത്തേക്ക് വരാറുണ്ട്. وَإِنَّ مِنْهَا لَمْ يَحْبِطُ مِنْ خَشْيَةِ اللَّهِ. അതായത് ദൈവിക ഭയം കൊണ്ട് അത് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ.
തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അള്ളാഹുവിന് ബോധ്യമുണ്ട്. അള്ളാഹു ഗഫലത്തിലല്ല, അള്ളാഹു അശ്രദ്ധനല്ല, അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട് തന്നെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഓരോന്നുമെന്ന് ഇത് ഇവരോട് മാത്രമല്ല പറയണത്. ഇതിപ്പോൾ ആ സമൂഹത്തോട് ഇപ്പോൾ ഖുർആൻ പിന്നെ 1400 2000 വർഷത്തിന് ശേഷം മൂസ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് ഖുർആൻ വരുന്നത്. അപ്പോൾ ഈ ഖുർആനിലിപ്പോൾ അവരെ ഉത്ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഇത് നമുക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സും ആ രീതിയിലൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശറഅ് പാലിച്ചുകൊണ്ട് ദീനിയായ കാര്യങ്ങളിൽ നമ്മുടെ നിത്യജീവിതം, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് കേട്ടോ, ആരാധനാനുഷ്ഠാനങ്ങളുടെ വിഷയമല്ല പറയുന്നത്. അള്ളാഹിൻ്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിഷയത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് ഇസ്രായേലിസ്റ്റുകളുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ ചില നിലപാടുകളെങ്കിലും മാറുന്നില്ലേ എന്ന് ആത്മവിചാരണ നടത്തേണ്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ ഖുർആൻ വെറുതെ പാരായണം ചെയ്യല്ല, അർത്ഥം പഠിക്കലല്ല, കേൾക്കലല്ല, കഥ പഠിക്കലല്ല, ചരിത്രം പഠിക്കലല്ല, വാക്കർത്ഥം പഠിക്കലല്ല. ഇതിൻ്റെ സന്ദേശം, ആ ഒരു ഉന്നതമായ മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് തദബ്ബുർ ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ.